Hi students, welcome to LMT. നമ്മൾ ഇന്ന് പാർട്ട് 10 റിവിഷൻ ആണ് ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഇന്ന് 3 ചോദ്യങ്ങൾ ചെയ്യും. 27, 28, 29 അതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീരുന്നതാണ്. Question number 27. A boy 1.5 meter tall standing at the top of a building 8.5 meter high sees the top of a tower at an elevation of 40 degree and the bottom of the tower at a depression of 50 degree. Draw a rough figure using the given details. How far is the building from the tower? Find the height of the tower. അപ്പോൾ ദ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. 40, 50 ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പടം വരയ്ക്കണം. ഇതിൽ ബിൽഡിങ്ങിനാണോ ഹൈറ്റ് കൂടുതൽ ടവറിനാണോ? തീർച്ചയായിട്ടും ടവറിനാണ്. കാരണം ദാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ടവറിൻ്റെ മുകളിൽ നോക്കുന്നത്. അപ്പം പൊക്കം കൂടുതൽ കുറഞ്ഞതിൻ്റെ മുകളിൽ നിന്നല്ലേ കൂടിയിലോട്ട് നോക്കാൻ പറ്റും. അപ്പം നമുക്ക് അതനുസരിച്ച് പടം വരയ്ക്കാം. അപ്പം കുട്ടിക്ക് ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 8.5. അപ്പം കുട്ടിക്ക് ഹൈറ്റ് ഉണ്ട് 1.5. അപ്പം ഇവിടം വരെ ഉള്ളു ബിൽഡിങ്. പിന്നെ ഇത് കുട്ടിയുടെ ഹൈറ്റാണ്. അപ്പം ഇവിടെ നിന്ന് കുട്ടി എങ്ങോട്ട് നോക്കുന്നു? മുകളറ്റത്തോട്ട് നോക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 40 ഡിഗ്രി. എന്നിട്ട് അതേസമയം ഇവിടെ നിന്ന് താഴോട്ട് നോക്കുന്നു. ഇതെത്ര? 50 ഡിഗ്രി. ഇവിടെ 50 ആണ്, ഇവിടെയും 50 ആയിരിക്കും അല്ലേ? എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം ഇനി എന്തൊക്കെയുണ്ട്? ഇവിടെ 1.5 ആണ്, ഇവിടെയും 1.5 ആയിരിക്കും, ഇവിടെ 8.5 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് ജി. ഇപ്പം തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ പടം വരച്ചു കഴിഞ്ഞു അല്ലേ? ഒന്നാമത്തെ പാർട്ട് എ പാർട്ട് കഴിഞ്ഞു. ഇനി ബി പാർട്ടാണ് നോക്കേണ്ടത്. അപ്പം പടത്തിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, ഈ സൈഡ് നമുക്ക് അറിയാം 8.5 + 1.5 അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി എഫ്, ഇൻ ട്രയാങ്കിൾ എ ബി എഫ് tan 50. ഇവിടെ ഓക്കെ 50 അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 8.5 + 1.5 എത്ര? 10 വരും അല്ലേ? 10 ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? എ ബി ആണ് അല്ലേ? എ ബി. അപ്പോൾ tan 50യുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? 1.2. 1.2 = 10 ബൈ എ ബി. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി കിട്ടത്തില്ലേ? എത്ര കിട്ടും? എ ബി ഈസ് AB equals 10 divided by 1.2. ഇപ്പം എത്ര വരും? 10 divided by 1.2 എന്ന് പറയുമ്പം 8.33 ആയിരിക്കും ആൻസർ. എ ബിയുടെ ലെങ്ത് 8.33 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ എ ബി 8.33 ആണെങ്കിൽ എന്തായിരിക്കും? എഫ് ഡി എന്തായിരിക്കും? Therefore FD is also 8.33. Opposite sides are equal. ഇനി നമുക്ക് ട്രയാങ്കിൾ ഡി ഇ എഫ് എടുക്കാം. നമുക്ക് എന്താ വേണ്ടത്? ഡി എഫ് വേണം അല്ലേ? എങ്ങനെയാ ചെയ്യുന്നത്? ഇൻ ട്രയാങ്കിൾ ഡി ഇ എഫ് DEF tan 40 opposite side D by adjacent side. Adjacent side ഇവിടെ എത്രയാ? DF എത്ര കിട്ടി? 8.33. tan 40യുടെ വാല്യൂ 0.84. 0.84 equals D by 8.33. അങ്ങനെ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും അല്ലേ? എങ്ങനെയാ ഡിയുടെ വാല്യൂ കിട്ടിയത്? ഡി ഈസ് ഈക്വൽ, ഇത് രണ്ടും
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഡി ഈക്വൽസ് 0.84 ഇൻറ്റു 8.33. അപ്പോൾ നമുക്ക് അത്ര കിട്ടും ആൻസർ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, എത്ര കിട്ടും? 6.99 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്കിനി തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൗ ഫാർ ഇസ് ദ ബിൽഡിംഗ് ഫ്രം ദ ടവർ അത് നമുക്ക് കിട്ടി. എയുടെ ആൻസർ എ ബി ആണ്. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ബി ഇത് സിയിലേക്ക് നമ്മൾ പോയതാണ്. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ? അപ്പൊ ഇതിൽ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പൊ ഇത് മൂന്നോടെ കൂട്ടിയാ പോരെ? ഇതും ഇതും ഇതും. അതായത് 8.5 പ്ലസ് 1.5 പ്ലസ് ഡി എത്ര? 6.99. ഇത് ഏതൊക്കെ കൂട്ടുന്നതാണ്? ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ്. അപ്പൊ ആൻസർ എന്താണ്? അപ്രോക്സിമേറ്റ് വാല്യൂ റൗണ്ട് ചെയ്ത് നമുക്ക് 17 മീറ്റർ എന്ന മീറ്റർ ആണോ സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പൊ 3ന്റെ ആൻസറായി. അപ്പോഴ് അതിന് ചോദ്യം മനസ്സിലായല്ലോ. 5 മാർക്കിന്റെ ചോദ്യമാണ്, പക്ഷെ വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഓക്കെ. 28ാമത്തെ ചോദ്യം. 2 circles meet at point C. AB and CD are common tangents to the circles. Prove that D is the midpoint of AB. Find the measure of angle ACB. 2 വൃത്തങ്ങൾ സി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. എന്താണ്? എ ബിയും സി ഡിയും പൊതുവായിട്ടുള്ള തൊടുവരകളാണ്. അങ്ങനെയെങ്കിൽ ഡി എ ബിയുടെ മധ്യബിന്ദുവാണെന്ന് തെളിയിക്കുക. എ സി ബിയുടെ അളവെത്ര? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് എന്താണ്? കോമൺ ടാൻജൻസ്. എ ബിയും സി ഡിയും കോമൺ ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് സർക്കിൾ ആർ ഈക്വൽ. അപ്പൊ നമുക്ക് എ ഡിയും ഡി സിയും കോമൺ ടാൻജൻസ് അല്ലേ? നോക്കിക്കതാ, ഇത് 2 ഈക്വലാ. അതാണെങ്കിൽ ഇതാ ഇത് 2 ഈക്വലാ അല്ലേ? എ ഡി ഈക്വൽസ് ഡി സി. അതുപോലെ തന്നെ ബി ഡി ഈക്വൽസ് ഡി സി. എന്താണ് റീസൺ? ടാൻജൻസ് ഫ്രം external point a circle. Tangent from external point to a circle. Tangent from external point a circle are equal. Okay, AD equals DC, BD equals DC. From this we can write that AD is equal to BD. AD and BD equal angle. D is the midpoint of AB. The first part ആണ്. Therefore D is the midpoint of AB എന്ന് കിട്ടി. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് എ സി ബി. ഇതിന്റെ കോണളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സി ബി. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും ഇവിടെ നോക്കി. ഈ ട്രയാങ്കിൾ എടുത്തേ. ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ബി ഡി സി എടുത്തേ. ഇത് 2 ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് ഈ 2 ആംഗിളും ഈക്വൽ ആണ്. നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ഇതും എക്സ് എന്ന് കൊടുക്കാം. അതുപോലെ ഇത് 2 ഈക്വൽ ആണ്ട് ഇവിടെ വൈ എന്നും കൊടുക്കാം, ഈ ആംഗിളിനും വൈ എന്ന് കൊടുക്കാം അല്ലേ? ഇൻ ട്രയാങ്കിൾ എ ഡി ബി എ ഡി സി മൊത്തത്തിലെടുക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. അപ്പം വാല്യൂസ് ഒക്കെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് എഴുതിയില്ലേലും കുഴപ്പമില്ല. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് അല്ലേ? എക്സ് പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ. ആംഗിൾ സി എന്ന് പറയുന്നത് എക്സും വൈയും കൂടെ ചേരുന്നതാണ്. ഈക്വൽസ് 180. അപ്പം എത്ര കിട്ടി? എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 2y ഈക്വൽസ് 180. 2x plus 2y equals 180. ഇതിന് 2 കോമൺ ഫാക്ടർ എടുക്കാം. 2 into x plus y is equal to 180.
Therefore, x plus y is equal to 180 by 2. 180 by 2 equals 90 degree. അപ്പം എ സി ബിയുടെ മെഷർ എത്രയെന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. Therefore, we can write ACB equals, therefore angle ACB equals, ACB അല്ലെ എക്സും വൈയും, x plus y is ACB equals 90 degree. വളരെ എളുപ്പമാണ്, 5 മാർക്ക് ആണെങ്കിലും എളുപ്പമാണ്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടി. 29ാമത്തെ ചോദ്യം. See the pattern given below. 1 plus 2 plus 1 equals 4. 1 plus 2 plus 3 plus 2 plus 1 equals 9. 1 plus 2 plus 3 plus 4 plus 3 plus 2 plus 1 equals 16. 1 plus 2 plus 3 plus 4 plus 5 plus 4 plus 3 plus 2 plus 1 equals 25. അപ്പോൾ അടുത്ത ലൈൻ എഴുതാൻ നമുക്ക് പറ്റും അല്ലേ? 5th ലൈൻ. 4 ലൈൻ തന്നിട്ടുണ്ട്, നോക്കിക്കേ. 4 ലൈനിൽ 5 വരെ ഉണ്ട്, പിന്നെ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നു. അപ്പം 5th ലൈൻ എന്തായിരിക്കും? ഇവിടെ തന്നെ ആൻസർ ചെയ്താൽ 1 plus 2 plus 3 plus 4 plus 5 plus 6 plus പിന്നെ കുറഞ്ഞു പോവുക 5 plus എന്താണ് 4 plus 3 plus 2 plus 1. ഇതാണ് 5th ലൈൻ. ഇത്ര വരും. ഇതെല്ലാം സ്ക്വയർ ആണ്. മിഡിൽ നമ്പറിന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. മിഡിൽ നമ്പർ എല്ലാം എന്താണ്? ഒറ്റ സിംഗിളാണ്. 3, 5, 7, 9. ഇത് നോക്കിക്കേ 11. മിഡിൽ നമ്പർ 5, 5ന്റെ സ്ക്വയർ. മിഡിൽ നമ്പർ 4, റൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. 5ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ മിഡിൽ നമ്പർ ഏതാ? 6. 6ന്റെ സ്ക്വയർ എത്ര വരും? 36. ഇനി find the sum of the line 1 plus 2 plus 3 plus dash dash plus 13 plus 14 plus 15 plus 14. പിന്നെ 15 കഴിയുമ്പോൾ കുറഞ്ഞു പറയും. ഇതാണ് മിഡിൽ നമ്പർ അല്ലേ? 15 മിഡിൽ നമ്പർ. അപ്പം ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇത് രണ്ടാമത്തെ ആൻസർ ഇവിടെ തന്നെ എഴുതാം. അപ്പോഴേ എത്ര വരും? മിഡിൽ നമ്പർ 15. അപ്പൊ 15 find the sum of the line. അപ്പോൾ മിഡിൽ നമ്പറിന്റെ സ്ക്വയർ ആണ് അതിന്റെ സം എന്ന് പറയുന്നത്. 15 സ്ക്വയർ. 15 സ്ക്വയർ is equal to 225. Find the middle number of the sum gives 400. 400 ഏത് മിഡിൽ നമ്പറിന്റെ സം ആണെന്ന്. 20ന്റെ സ്ക്വയർ അല്ലേ 400. അപ്പൊ നമ്പർ എത്ര? 20. നമ്പർ 20. Find the value of n if 1 plus 2 plus 3 dash dash. Okay, 3n minus 2, 3n minus 1 കുറഞ്ഞ് അതങ്ങ് പോവാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മിഡിൽ നമ്പർ ഏതാ നോക്കിക്കേ. മിഡിൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 3n minus 1 ആണ്. ഇതാണ് മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയർ ആണ് 2500 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ മിഡിൽ നമ്പർ 3n minus എന്താ പ്ലസ് എഴുതുക? 3n minus 2, 3n minus 1 ഇതാണ് മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. 3n minus 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2500. അപ്പോൾ 3n minus 1 എന്ന് പറയുന്ന അതിന്റെ റൂട്ട് എത്ര? 50. അപ്പോൾ 3n equal 50 plus 1 51. അപ്പോൾ n is equal to 51 by 3 equals 17. ഓക്കെ, അപ്പം ഇത് 5 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ എളുപ്പം. അതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, കുറച്ചുകൂടെ മുകളിലോട്ട് എഴുതാം. n is equal to 51 by 3 equals 17. Okay.